ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡബിൾ ബോ എങ്ങനെ പെട്ടെന്ന് 5 മിനിറ്റിൽ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇതേപോലെയുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഒരു സ്റ്റിഫ് നെറ്റ് എടുത്തിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ പീസ് എടുക്കുക. അത് നല്ലപോലെ അതിൻ്റെ റെക്റ്റാങ്കിളിന് സൈഡ് മൂലയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറെ ഒരു സ്റ്റിഫ് നെറ്റിലോട്ട് വെക്കുക. അതിന് 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടുകൊണ്ട് 4 സൈഡിലും 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടുകൊണ്ട് അത് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 പീസ് സ്റ്റിഫ് നെറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തുണിയാണ്. അപ്പം ഏത് കളറാണ് അടിയിൽ വരുന്നത്, ബോ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കളറിലുള്ള തുണി എടുക്കുക. എന്നിട്ട് സ്റ്റിഫ് നെറ്റ് അത് ഡബിളായിട്ട് മടക്കണം കേട്ടോ. ഡബിളായിട്ട് മടക്കിയിട്ട് സ്റ്റിഫ് നെറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ രീതി അതേ വലുപ്പത്തിൽ തന്നെ നമ്മൾ മുറിച്ചെടുക്കുന്നു. അതേപോലെ തന്നെ അടുത്ത ഏത് കളറാണോ തുണി നമുക്ക് വേണ്ടത് ആ തുണി എടുക്കുക. അതും ചെറിയ നെറ്റിൻ്റെ സ്റ്റിഫ് നെറ്റിൻ്റെ വലിപ്പത്തിൽ നമ്മൾ അതും ഇതേപോലെ തന്നെ മുറിച്ചെടുക്കുന്നു. ഡബിൾ ലെയറായിട്ട് മടക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നല്ല വശവും തുണികളുടെ ചേർത്ത് വെക്കുക. അതിൻ്റെ മുകളിൽ സ്റ്റിഫ് നെറ്റും കൂടി വെച്ചിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് തന്നെ, അതായത് നമുക്കതിനെ ഒന്ന് മറിച്ചെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് 4 വശവും നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ രണ്ടും, അതായത് ആദ്യത്തെ വലിയതും വേണം, ചെറുതിൻ്റെ അതേപോലെ തന്നെ തയ്ച്ച് എടുക്കാം.
രണ്ടും തയ്ച്ചെടുത്തു. ഇനി ഒരു ചെറിയ കഷ്ണം തുണി വേണം അതിൻ്റെ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ നല്ല വശത്തോട്ട് മടക്കി തയ്ച്ചതിനെ തിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതേ സൂചി നൂലും എടുക്കുക. സൂചി നൂലും എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ കൂടി രണ്ടും എങ്ങനെയാണോ വരണ്ടത് എന്നുള്ള രീതിയിൽ മുകളിൽ വെക്കുക. മുകളിൽ വെച്ചിട്ട് സൂചിയും കൊണ്ട് അത് ഒന്ന് തുന്നി അതിനെ നല്ലപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ടൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലും കൂടി ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്ച്ചെടുത്ത തുണി എടുക്കുക. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നല്ലപോലെ കറക്റ്റായിട്ടൊന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് തുന്നിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബോ അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ്ലി റെഡിയാവും.